സാമൂഹ്യ മാധ്യമങ്ങളിലെ കോക്രോച്ച് തരംഗത്തിന്റെ രാഷ്ട്രീയ ഗുണഭോക്താവാകാൻ യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോക്രോച്ച് .org എന്ന പേരിൽ വെബ്സൈറ്റും ഇന്ത്യൻ യൂത്ത് കോക്രോച്ചസ് എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കൗണ്ടും തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഒപ്പുശേഖരണം നടത്തുന്നതിന് സമാനമായി യൂത്ത് കോൺഗ്രസും ഒപ്പുശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. അഭിജിത് ദീപ്കെ ആരംഭിച്ച കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും കേന്ദ്ര സർക്കാരുമായി നേർക്കുനേർ വരികയും ചെയ്തതോടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. യൂത്ത് കോക്രോച്ച് .org എന്ന പേരിൽ ആരംഭിച്ച വെബ്സൈറ്റിലെ തലക്കെട്ട് ഐ ആം കോക്രോച്ച് എന്നാണ്. അധികാരത്തിലിരിക്കുന്നവർ നമ്മെ പാറ്റകളെന്ന് വിളിക്കുമ്പോൾ അത് അഭിമാനത്തോടെ സ്വീകരിക്കുന്നുവെന്നും വെബ്സൈറ്റിൽ കാണാം. ഇന്ത്യൻ യൂത്ത് കോക്രോച്ച് എന്ന പേരിലാണ് സാമൂഹിക മാധ്യമ അക്കൗണ്ട്. ചോദ്യപേപ്പർ വിവാദം, ഇന്ധനവില വർധന അടക്കം ഉന്നയിച്ച് എക്സ് അക്കൗണ്ടും സജീവമാണ്. മെയ് 15-ന് ചീഫ് ജസ്റ്റിസ് പരാമർശം നടത്തിയപ്പോൾ തന്നെ ട്രോളും വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സജീവമായിരുന്നുവെന്നും 17-ാം തീയതി മുതൽ വെബ്സൈറ്റ് നിലവിൽ വന്നിരുന്നുവെന്നാണ് നേതാക്കളുടെ വിശദീകരണം. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കൗണ്ടും വെബ്സൈറ്റും തുടങ്ങിയത് അതിനും ഒരു ദിവസം മുൻപ് മെയ് 16-നാണ്. CJPയെ പോലെ നീറ്റ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും ഒപ്പുശേഖരണം തുടങ്ങിയിട്ടുണ്ട്. CJPയെ അനുകരിക്കുകയില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ച പുറത്തു വന്നതു മുതൽ ധർമ്മേന്ദ്ര പ്രധാനെതിരെ പ്രതിഷേധം തുടരുകയാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റ് വീണ്ടും സജീവമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഒപ്പുശേഖരണവും CJP തുടരുകയാണ്. 10 ലക്ഷം ഒപ്പ് ശേഖരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അഭിജിത് ദീപ്കെ അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.